ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ അടുത്ത വ്ളോഗിലോട്ട് സ്വാഗതം കേട്ടോ. ഇപ്പോൾ ഗൈസ് പറയണോ സുഹൃത്തുക്കളെ പറയണോ എന്നുള്ള കൺഫ്യൂഷനാണ്. എന്തായാലും കൂട്ടുകാരെ അതന്നെ, നമ്മുടെ ഒപ്പം കൂടുന്ന ആൾക്കാർ നമ്മുടെ കൂട്ടുകാർ. ഓക്കെ, അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമ്മുടെ ഫാമിലിയിലോട്ട് സ്വാഗതം. അപ്പോൾ നമുക്ക് ടുഗദർ അടുത്ത ഒരു വീഡിയോ കണ്ടിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എവിടെ പോയത്, നമ്മുടെ ചൈന മാൾ കണ്ടു. ചൈന മാൾ കണ്ടു കഴിഞ്ഞപ്പം അതിൻ്റെ കൂടെ തന്നെ ഒരു ബക്കറ്റ് ലിസ്റ്റിലൊരു സ്ഥലമായിരുന്നു കേട്ടോ. അഡ്ലൈഡിൽ നിന്ന് ബ്രനൽഡിലോട്ടുള്ളൊരു ട്രാം യാത്ര. അപ്പോൾ നമ്മൾ ട്രെയിനിൽ കയറി വന്നു. ഇപ്പോൾ ഇവിടുത്തെ ട്രാം നമ്മൾ ഓടിക്കുന്ന ട്രാം നമ്മൾ സിറ്റി കൂടിയൊക്കെ പോയിട്ടുണ്ടാകുമല്ലോ. അപ്പം ഞങ്ങളുടെ ട്രാം സ്റ്റേഷൻ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഓപ്പോസിറ്റ് ഇങ്ങനത്തെ കുറച്ച് സർക്കസ് ഷോയുടെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എങ്ങാണ്ട് ഒരു സർക്കസ് ഷോ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു. അവരത് പൊളിച്ചുകൊണ്ട് പോകുന്നതിൻ്റെ ഭാഗമാണ്. ആ സമയത്ത് നമുക്കിപ്പോൾ റോപ്പിലൊക്കെ കയറാനൊക്കെ ധൈര്യമൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ പോയി കയറാൻ തോന്നുന്നു. അപ്പോൾ അവിടെ പിള്ളേരൊക്കെ കയറി ഇങ്ങനെ കുറച്ച് ആളുകൾ ഒന്ന് ട്രൈ ചെയ്യുന്നുണ്ട്. കുറേ ആളുകൾ കയറിയിട്ട് പേടിച്ച് ഇറങ്ങി പോകുന്നുണ്ട്. അതൊക്കെ കണ്ട് കുറച്ച് നേരം ഞങ്ങൾ ആസ്വദിച്ചിരുന്നപ്പോൾ തന്നെ ഞങ്ങളുടെ ട്രാം വരുന്നു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ട്രാം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് എക്സൈറ്റഡ്. ആദ്യത്തെ ട്രാം വന്നായിരുന്നു കേട്ടോ. ആദ്യത്തെ ട്രാം വന്നപ്പോൾ ഭയങ്കര നമ്മൾ ട്രാം സ്റ്റേഷൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതവർ നമ്മൾ കാണിക്കും, ഇത് ഫുള്ളാണോ, അത് അടുത്ത ട്രാമാണോ ബിസി, അടുത്ത് വരുന്ന ട്രാമോ ബിസിയാണോ എന്നൊക്കെ നമുക്ക് ആ ട്രാമിൻ്റെ ആ ബോർഡ് നോക്കി കാണാൻ പറ്റും. ഞങ്ങൾ വെയിറ്റ് ചെയ്തപ്പോൾ ഇത് ഭയങ്കര തിരക്കായിരുന്നു. കുറേ ആളുകൾ ആദ്യത്തെ ഒരു ട്രാമ് ഞങ്ങൾ കയറ്റി വിട്ടു. അപ്പോൾ ഞങ്ങൾ സെക്കൻഡ് ട്രാമിന് പോകാമെന്ന് വെച്ചാൽ നമുക്ക് അത് ചിരിക്കാനുള്ള സ്ഥലമൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് വരാം. നമുക്ക് ഓടി വീട്ടിൽ പോകാനുള്ള അർജൻസി ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തു കേട്ടോ. അങ്ങനെ ഞങ്ങളൊരു അരമണിക്കൂർ 20 മുതൽ 25 മിനിറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. 25 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ ഗ്ലെനൽഗിലെത്തി. അപ്പം ഞങ്ങൾ ഗ്ലെനൽഗിലേക്ക് പോകുന്ന വഴിയൊക്കെ കണ്ടപ്പം ഇതെങ്ങോട്ടായി, ഈ യാത്രയൊരു എഫക്റ്റീവ് ആണോ, ഇത് വേണ്ടിയിരുന്നോ എന്നൊക്കെ ഞങ്ങൾ ആദ്യം ചിന്തിച്ചിരുന്നേ. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, അടിപൊളി. ഞങ്ങൾ എന്താ പറയുക, നമ്മളതൊരു തിരഞ്ഞെടുത്തതൊരു ബാഡൊരു വേ ആയിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഒന്ന് കാണേണ്ട സ്ഥലം തന്നെയാണ്. ടോട്ടലി വർത്തിട്ട്. ഇനി എവിടെ വരെ ചെന്നാലും ഇനിയിപ്പോൾ ആകാശത്തൊട്ടിൽ കയറിയില്ലെന്ന് വേണ്ടില്ല എന്ന് ഒരിതാകൊണ്ട് ഞങ്ങൾ വെച്ചിരുന്ന ആകാശത്തൊട്ടിലൊക്കെ കയറിയേക്കാണ്. അപ്പോൾ നമുക്കൊന്ന് ആകാശത്തൊട്ടിൽ കയറിയിട്ട് മേലെ പിന്നെ ഇതാടൊന്നടി അപ്പായ മേടിച്ചായിരിക്കുന്നത്. അധികം ഡിസ്കോ ഒന്ന് കളിക്കണടാ. നാളെ നമുക്ക് അങ്ങോട്ട് വ്യൂ കാണാൻ പോണേ. എടാ, മുകളിൽ നിന്നുള്ള കാഴ്ച ഭയങ്കര മനോഹരം കേട്ടോ. ഭയങ്കര മനോഹരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നീല കടലും ആ വെള്ള മണലാരങ്ങളും, അതുപോലെ തന്നെ കറക്റ്റ് ഞങ്ങൾ ചെന്ന സമയത്ത് അവിടെ ഒരു ലൈവ് മ്യൂസിക് ഷോയും കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് അടിപൊളിയായിരുന്നു കേട്ടോ. വലിയ ആട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം കണ്ട് അതങ്ങോട്ട് പൊട്ടിപ്പോയെന്നൊക്കെ പറഞ്ഞ കേട്ടായിരുന്നു. അതെ, വലിയ സിറ്റി കേട്ടോ. ആണോ ഇവിടെ ശരിക്കും ഈ വെക്കേഷൻ സമയങ്ങളിലും അതുപോലെ തന്നെ വീക്കെൻഡ്സുകളിലൊക്കെ എല്ലാവരും വന്ന് ഭയങ്കര എൻ്റർടൈൻ ചെയ്യുന്നൊരു സീഷോർ തന്നെയാണ് കേട്ടോ. നമ്മുടെ തീരമില്ല, നമ്മളവിടെ കണ്ണൂരൊക്കെ പോകുന്ന പോലെ, കടൽ തീരങ്ങളൊക്കെ പോകുന്ന പോലെ ഞങ്ങളതിൻ്റെ മേലെ കയറി കുറച്ച് കഴിഞ്ഞത്തേക്ക് ഇവർക്ക് ബോറടിച്ചു. നമുക്കവിടെ ഒന്നും ചെയ്യാനൊന്നുമില്ലല്ലോ.
പിന്നെ അവിടെ ഇരുന്ന് കുറച്ച് നേരം അവിടെ മേലെ ചെന്നപ്പോഴത്തേക്കും കുറച്ച് നേരം നല്ല അടിപൊളിയായിട്ട് നമുക്ക് മ്യൂസിക് ഷോ ഒക്കെ കാണാമായിരുന്നു. ഞങ്ങൾ ഫ്രീ ആയിട്ട് കുറച്ച് മ്യൂസിക് ഷോ ഒക്കെ കണ്ടു. എന്തായാലും അവിടെ വരെ പോയത് നമുക്ക് മലയാളം പാട്ട് പാടുന്ന അത്രയൊന്നും ഇംഗ്ലീഷ് പാട്ട് അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. ശരിക്കും മലയാളം പാട്ടാണെങ്കിൽ നമ്മൾ തന്നെ കലാപം വേണ്ടിയിട്ട് നമ്മുടെ തന്നെ മണിച്ചേട്ടൻ്റെ പാട്ടൊക്കെ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി അങ്ങ് എൻജോയ് ചെയ്തേനെ. പിന്നെ ഇംഗ്ലീഷ് പാട്ടൊക്കെ ആയതുകൊണ്ട് ഇവരുടെ കൂടെ കുറച്ച് നേരം അങ്ങോട്ട് കാണും. പക്ഷേ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഫുള്ള് ടിക്കറ്റ് എടുത്ത ഷോ ആയിരുന്നു. ടിക്കറ്റ് എടുത്ത ഷോകൾ പിന്നെ കുറേ ആളുകളും സ്വിം ചെയ്യാനും ഫിഷിങ്ങിനൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഒരു കടൽപ്പാലം ഉണ്ടായിരുന്നു. കടൽപ്പാലത്തിലോട്ടുള്ള ഫോട്ടോ ആയിട്ട് എടുത്തുള്ളൂ. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി വിട്ടുപോയി കേട്ടോ. കുറച്ചും കൂടി എൻജോയ് ചെയ്യാൻ വേണ്ടി പോയി. ഈ വീഡിയോ എടുത്തുകൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ കാഴ്ചകളൊന്നും അങ്ങ് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഓഫാക്കിയിട്ടത് കാണാൻ വേണ്ടി പോയി. പിന്നെ ഇവിടുത്തെ ഏറ്റവും നല്ല എന്നറിയുമോ, ഈ വാളിലൊക്കെ ഇവിടെ മാത്രമല്ല മെൽബണിലൊക്കെ കണ്ടിട്ടുണ്ട് സ്ട്രീറ്റിലെ ആർട്സ് നല്ല അടിപൊളി കേട്ടോ. സ്ട്രീറ്റ് ആർട്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ ശരി, അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് എടുത്ത കുറച്ച് ഫോട്ടോസൊക്കെ ഇതിൻ്റെ ബാക്കിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക എന്നൊക്കെ പറയാം. അപ്പോൾ ശരി, മറ്റൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ ശരി, ബൈ ബൈ.